അതുമാത്രമല്ല പ്രിൻസിപ്പളും ആ HODമാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DAയുടെ എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും പിന്നെ പോലെയാ, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ വാദത്തിന് ബലമേറുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദ സന്ദേശം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്യുമെന്ന് നിതിൻ സുഹൃത്തിനോട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. നിതിന്റെ മരണം സംബന്ധിച്ച് പ്രിൻസിപ്പാൾ പറയുന്നത് പച്ചക്കള്ളമെന്ന് സഹോദരി രാഖി ആരോപിച്ചു. അതിനിടെ പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെയും പരാതിയുണ്ട്. പരാതി നൽകിയ ആളുടെ പ്രതികരണത്തിലേക്ക്. സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയിലെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും DMOയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനില്ല. പഞ്ചായത്തിൻ്റെ അംഗീകാരം പോലും ഇല്ല എന്നാണ് അന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ ആയിരുന്നു ഇത് നോക്കിയിരുന്നത്. അത് അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിനുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് ഈ അംഗീകാരങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ പിൻബലത്തിലായിരുന്നു അവർ ഇങ്ങനെ നിന്നിരുന്നത്. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൽ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥയിലുള്ളതാണ് നിതിൻ രാജിന്റെ മരണം സംഭവിച്ച അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജും നേരത്തെ ആരോപണം ഉന്നയിക്കപ്പെട്ട, അതായത് അംഗീകാരം റദ്ദാക്കപ്പെട്ട കാസർഗോഡ് പൊയിനാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജും. ഈ സെഞ്ചുറി ഡെന്റൽ കോളേജിന് അംഗീകാരം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനാണ് അംഗീകാരം റദ്ദ് ചെയ്തത്. ആ ഉത്തരവിൻ്റെ പകർപ്പ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിച്ചു. അതോടൊപ്പം കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. വിവരങ്ങളുമായി KV ബൈജുവും ഡാൻ കുര്യൻ ചേരുന്നു. ആദ്യം ബൈജുവിലേക്കാണ്. ബൈജു, തുടക്കത്തിൽ മുതൽ ഉയർന്നു വന്ന ആരോപണം നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആ കോളേജ് അധ്യാപകന്റെ മാനസികമായ പീഡനമാണ്, കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ്. പക്ഷെ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റു ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഓൺലൈൻ ആപ്പിന്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുമ്പോഴും ഇപ്പോഴും പല ദുരൂഹതകളും ബാക്കിയില്ലേ? കാരണം ഈ നിതിൻ്റെ ഇന്ന് പുറത്തു വന്ന ഓഡിയോ സംഭാഷണം, അതിൽ പറയുന്നുണ്ട് പല പ്രതിസന്ധികളുണ്ട്, എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ താൻ തരണം ചെയ്ത് തനിക്ക് ഡോക്ടറാകണം. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഈ മരണത്തിൽ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട, അതായത് പോലീസ് സംശയിക്കുന്ന രീതിയിലുള്ള ഈ ഓൺലൈൻ ആപ്പിൻ്റെ ഭീഷണിയാണെന്ന വാദം കുടുംബം തള്ളുന്നുണ്ട്. എന്താണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ?
ടോമെ, ഓൺലൈൻ ആപ്പ് വഴിയുള്ള ഭീഷണി അത് മരണത്തിന് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് ഈ ഒരു ആപ്പ് വഴി പണമെടുത്തത് മാത്രമല്ല നിതിൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് വ്യക്തം. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ വന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് പോലെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അതിൽ സംസാരിക്കുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും താൻ അതൊന്നും കാര്യമാക്കില്ല, ഒരു ഡോക്ടറായി താൻ പുറത്തു വരും എന്ന നിതിന്റെ അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു വാക്കാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തെ എല്ലാം തല്ലിക്കെടുത്തുന്ന എന്താണ് അവിടെ ഉണ്ടായത്? നിതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുറിയിൽ നിന്നും വലിയ തെളിവുകളൊക്കെ പോലീസിന് അത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ വലിയൊരു വാർത്ത വരാനുണ്ട്, അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ്. എന്താണ് ആ സംഭവം? അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു മൊബൈൽ ലോൺ ആപ്പ് വഴിയുള്ള പണം 14,000 രൂപ മാത്രം എടുക്കുന്നു, അതിനെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു വിഷയത്തിന്മേൽ നിതിൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അവിടെ ഈ ഒരു സംഭവത്തിനെല്ലാം ഈ കോളേജിലൊക്കെ പോയി ഇവരുടെ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിച്ച ഒരാളെന്ന നിലയിൽ നമുക്കും ആ കാര്യത്തിൽ അത് മാത്രമാണ് കാരണം എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. കുടുംബം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ പുറത്തു വരാത്ത ചില സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. ആ സംഭവം എന്താണെന്ന് പോലീസ് ഉടൻ പുറത്ത് വിടും. അത്തരം അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസും പറയുന്നുണ്ട്. എന്തായാലും നാളെയോ മറ്റന്നാളോ കൂടി ഇത് സംബന്ധിച്ച ഊർജിതമായ ഇതിന്റെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ മാനേജ്മെന്റ് എന്ന കാര്യത്തിൽ വലിയ ചോദ്യം ഇന്നലെയൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കം അവർക്ക് ആരാണ് ഇതിന്റെ മാനേജ്മെന്റ് ഒന്നും കൃത്യമായി അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മാനേജ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ടും നോക്കി നമ്മൾ ഒരു അന്വേഷണം നടത്തിയത്. അതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ഉടമ ചെയർമാനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ മറ്റൊരു കോളേജ് കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു, സെഞ്ചുറി ഡെന്റൽ കോളേജ്, അതാണ് അതിന്റെ പേര്. പക്ഷെ ആ കോളേജിലും സമാന സാഹചര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പരാതികൾ വന്നതോടുകൂടി അന്വേഷണം വരുന്നു. അതേ തുടർന്ന് ആ കോളേജ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം വരുന്നു. ഇപ്പോൾ ആ കോളേജിൽ ഇപ്പോൾ പുതിയ അഡ്മിഷൻ ഇല്ല, 2 വർഷമായി അഡ്മിഷൻ ഇല്ല. അതോടൊപ്പം നിലവിലുള്ള കുട്ടികളെ സംസ്ഥാനത്തെ മറ്റ് ദന്തൽ കോളേജിലേക്ക് മാറ്റണമെന്നാണ് ഉത്തരവുള്ളത്. അതായത് ഈ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഇയാളുടെ ഇതേ ഉടമസ്ഥതയിലുള്ള ഇദ്ദേഹം ചെയർമാനായ കോളേജിന്റെ ഒരു അവസ്ഥയാണിത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വന്നാലും ഒരുപാട് ദുരൂഹതകൾ ഈ കോളേജ് മാനേജ്മെന്റുമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഈ റാം എന്ന് പറയുന്ന ഈ കോളേജിൽ എത്രത്തോളം ഒരു അധ്യാപകൻ തരം താഴാൻ പാടില്ലായിരുന്നോ അതെല്ലാം ചെയ്യുന്ന ഒരാളാണ് റാം എന്ന് വ്യക്തമാണ്. അത്തരം നിരവധി പ്രതികരണങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നെല്ലാം ഉയർന്നു വരുന്നത്. അത് ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വരുന്നു. ഭയം കാരണം കുട്ടികൾ പറയാത്ത സംഭവം എല്ലാം ഇപ്പോൾ പുറത്തേക്ക് പറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ കോളേജ് ആരുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉടമസ്ഥയിലുണ്ടായിരുന്ന കൊയിനാച്ചിയിലെ ഡെന്റൽ കോളേജിന് അംഗീകാരം നേരത്തെ റദ്ദാക്കിയതാണ്. ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് നേരത്തെ മെഡിസിൻ പഠനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ കോഴ്സുകളൊക്കെ പിന്നീട് റദ്ദാക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതുപോലുള്ള സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടപടി സ്വീകരിച്ചത്. ടോമെ, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് 300 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രിണ്ണൻ സാഹിബിന്റെ കയ്യിൽ നിന്നും ഒരാൾ ഈ സ്ഥലം എടുക്കുന്നു. അതിനുശേഷമാണ് ഈ ഭൂമി ഈ ജബ്ബാർ സ്വന്തമാക്കുന്നത്. ജബ്ബാർ ഹാജി എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്. ഇയാൾ കനേഡിയൻ പൗരനായിരുന്നു നേരത്തെ. നിലവിലെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. മാത്രമല്ല ഇയാൾക്കെതിരെ ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഭൂമി തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ, ഇത്തരത്തിൽ നിരവധി കേസുകളുള്ള ഒരാളാണ് ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ ട്രസ്റ്റ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ. മറ്റ് അംഗങ്ങളെല്ലാം ഇയാളുടെ ബന്ധുക്കൾ തന്നെയാണ്, മക്കളും മരുമക്കളും ഒക്കെയാണ് ഇതിന്റെ മറ്റ് അംഗങ്ങൾ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ MBBS ഉണ്ടായിരുന്നു, ബിഫാം ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി കോഴ്സുകൾ ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലം, ഇവിടെ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ ഒരു സമുച്ചയം, ഇവിടെ ഓരോ ഘട്ടങ്ങളായി ഈ അയോഗ്യതയെ തുടർന്ന് ഇത് റദ്ദാക്കപ്പെടുകയും അങ്ങനെ ഓരോ കോഴ്സുകളും ഇല്ലാതാവുകയായിരുന്നു. ഇപ്പോൾ BDS മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മറ്റെല്ലാ ഘടകങ്ങളും എല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നു, അവിടെ എല്ലാം നിർത്തലാക്കിയിരിക്കുന്നു. ഇപ്പോഴും വലിയ ആശങ്കയുള്ളത് ഇതിൽ നിയമ നടപടി തുടരുന്നു എന്നതാണ്. ഈ ഭൂമി സംബന്ധിച്ച
കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെ ഉള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റണം, ഈ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം എന്ന ഒരു വിധി ഇപ്പോൾ നിലവിലുണ്ട്. അതിന് ഈ സാങ്കേതിക പ്രശ്നം എന്തോ ഇത്തരത്തിൽ നിയമ നടപടിയുമായി ഉള്ളത് കൊണ്ട് തന്നെ അതിൽ അന്തിമ വിധി എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏത് സമയത്തും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അംഗീകാരം റദ്ദാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ സൂചന വരുന്നത്. അതോടൊപ്പം നാളെ ആരോഗ്യ സർവകലാശാല സമിതി നാളെ തെളിവെടുപ്പിന് വരുന്നുണ്ട്. അവർ കുട്ടികളുമായി ഈ തെളിവെടുപ്പ് നടത്തും. ഗവർണർ പോലും ഇടപെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കോളേജിന്റെ അംഗീകാരം പോലും റദ്ദ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. രാം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ വളരെ മോശമായ രീതിയിൽ കുട്ടികളോട് പെരുമാറുന്ന അധ്യാപകനെ പുറത്താക്കാൻ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പുറമെയാണ് ഈ കോളേജിന്റെ തന്നെ അംഗീകാരം റദ്ദാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ അത് ബാധിക്കുന്നൊന്നുമില്ല. കാരണം അത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് ദന്തൽ കോളേജുകളിലേക്ക് ഈ കുട്ടികളെ മാറ്റി ഇതാക്കാനാണ് ഉത്തരവുണ്ടാവാറുള്ളത്. അങ്ങനെ ഈ കുട്ടികളും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യം, മാനേജ്മെന്റ് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നിതിൻ രാജ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ മാനേജ്മെന്റ് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. കുട്ടികൾ ചർച്ചയ്ക്ക് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു, ചർച്ചയ്ക്ക് ഒരു പ്രതിനിധിയെ പറഞ്ഞല്ലാതെ ആ പ്രതിനിധിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പരാതിപ്പെടാൻ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് റാം എന്ന അധ്യാപകൻ ഇതുവരെയും സസ്പെൻഡ് ചെയ്യാത്തത്, അദ്ദേഹത്തെ പുറത്താക്കാത്തത് തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം. അതിന് ഈ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, എന്തൊക്കെയാണ് ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടത്? കാരണം നേരത്തെ തന്നെ ഈ ആരോപണ നിഴലിലുള്ള ഒരു കോളേജാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്. ഇവരുടെ ഉടമസ്ഥയിലുള്ള മറ്റു കോളേജുകൾക്കെതിരെ ഇതിനു മുൻപ് നടപടിയും ഉണ്ടായിട്ടുണ്ട്. അതായത് തുടർച്ചയായി ഗുരുതരമായ വീഴ്ചകൾ വരുത്തുന്ന ഒരു കോളേജിനെതിരെ ഏത് രീതിയിലുള്ള ഒരു നടപടിയാവും ഉണ്ടാവുക? പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ ഈ രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അന്വേഷണത്തിന് ശേഷം ഈ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമോ, അതോ ഈ അധ്യാപകനെതിരെ മാത്രമായിരിക്കുമോ നടപടി സ്വീകരിക്കുക? നിതിൻ രാജിൻ്റെ വസതിയിലെത്തി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്നലെ കുടുംബാംഗങ്ങളുമായി അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ ചില ആവലാതികൾ അദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചാൻസലറായ ഗവർണറെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തിക്കണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് എന്നാണ് സൂചന. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ കർശനമായ നടപടി ഈ വിഷയത്തിൽ കോളേജ് അധികൃതർക്കെതിരെ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക സംഘം നാളെ ഈ കോളേജിലെത്തി വിശദമായ മൊഴിയെടുക്കുക. പ്രധാനമായി നിതിൻ രാജിൻ്റെ സഹപാഠികളിൽ ഉൾപ്പെടെയാകും മൊഴി രേഖപ്പെടുത്തുക. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പ് തലത്തിൽ ഇപ്പോൾ ആരോപണ വിധേയരായ 2 അധ്യാപകർക്കെതിരെ നടപടി ഉറപ്പാക്കുക എന്നാണ് വിവരം. അതിന് മുന്നോടിയായിട്ടാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എത്ര നാളായി ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം വിദ്യാർത്ഥികൾ നേരിടുന്നു? അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്താണ്? പിന്നീട് അതിൽ സ്വീകരിച്ച നടപടികൾ എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തും. ഇത് അഞ്ചരക്കണ്ടിയിലെ ഒരു കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് സർവകലാശാല അധികൃതരും കരുതുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ സർവകലാശാലകളിലും വിദ്യാർത്ഥികളുടെ പരാതി പരിഹാര സെല്ലിൻ്റെ പ്രവർത്തനം എത്ര കണ്ട് കാര്യക്ഷമമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ളൊരു നടപടി കൂടി ചാൻസലർ കൂടിയ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനിടെ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം, ഈ പോലീസിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നുണ്ട്, കോളേജ് അധികൃതരുടെ വാദങ്ങൾ തള്ളുന്നുണ്ട്. പ്രിൻസിപ്പൽ പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് നിതിൻ രാജിൻ്റെ സഹോദരി പറഞ്ഞത്. മാത്രമല്ല പോലീസ് മറ്റൊരു രീതിയിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ നിതിൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഓൺലൈൻ ആപ്പിൻ്റെ ഭീഷണിയാകാം, അതും ഒരു കാരണമായിട്ടുണ്ടാകാമെന്ന്. കുടുംബം ഇതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം, ആരോപണ വിധേയരായ 2 അധ്യാപകരെ ബോധപൂർവം രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം ചില കോണുകളിൽ നിന്നുണ്ടാകുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സഹോദരി തന്നെയാണ് മാധ്യമങ്ങളോട് അതിരൂക്ഷമായ ഭാഷയിൽ ഈ അധ്യാപകരെ രക്ഷപ്പെടുത്താനുള്ള നീക്കം
നടത്തുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അന്ന് പോലീസ് മേധാവി തന്നെ ഉറപ്പ് നൽകിയതാണ് സുതാര്യമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം. അതിനുശേഷമാണ് ഈ അന്വേഷണത്തിന് ദിശ തെറ്റിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കുടുംബ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അവർ ആവർത്തിക്കുകയാണ്. അതായത് പ്രിൻസിപ്പളുടെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നിതിൻ്റെ ഫോൺ പ്രിൻസിപ്പളുടെ മുറിയിലുണ്ടായിരുന്നു. ഈ ലോൺ ആപ്പിൽ നിന്ന് തുടർച്ചയായി ഭീഷണി കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നിതിൻ്റെ ഒരു അധ്യാപകരുടെ ഫോണിലേക്കും ഇതേ ഫോണിൽ നിന്ന് ഈ ലോൺ ആപ്പിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാകാം പ്രിൻസിപ്പൽ ചോദിച്ചറിയാൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തിലായി നിതിൻ ഇങ്ങനെയൊരു കൃത്യം ചെയ്തതാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളാണോ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഇതിലൊരു വ്യക്തത വരുത്താനാണ് ഇപ്പോൾ പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും KV ബൈജുവിലേക്ക്. ബൈജു, കുടുംബം ഉന്നയിക്കുന്ന പോലെ ഇതാരെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ പോലീസ് ഇങ്ങനെ ഒരു പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിതിൻ്റെ ഫോൺ രേഖകൾ അടക്കം കൃത്യമായി പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഒരു അധ്യാപികയ്ക്കെതിരെയും സമാനമായ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതോടൊപ്പം നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തോ ഒരു നിഗൂഢമായ എന്തോ ഒരു കാര്യം പുറത്തു വരാനുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അന്വേഷണ സംഘം? ടോമെ, ഈ കേസുമായി നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും ബന്ധപ്പെട്ട അനുസരിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നത് വെറും ഒരു ലോൺ ആപ്പ് മാത്രമല്ല ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ. അത് പുറത്തു വന്ന വാർത്തകൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതൽ വന്നത്. കാരണം അത്തരം നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം വാർത്തകളാണ് പുറത്തു വന്നത്. പക്ഷേ ഇതുവരെ പുറത്തു വരാത്ത ചില സംഭവങ്ങളുണ്ട്. അതൊരു പക്ഷേ നാളെ അറിഞ്ഞേക്കാം. അത് തന്നെയാണ് നിരന്തരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഈ സംഭവം, മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിതിന് പ്രേരണയായ ഒരു ഘടകം, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പുറത്തു വരാനുണ്ട്. ആ വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് സാരം. അതായത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ആ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. അത് ഒരു പക്ഷേ നാളെ വന്നേക്കാം. അത് കൂടാതെ ഈ അധ്യാപകരിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവും ഈ ഒരു ആത്മഹത്യക്ക് കാരണമാണെന്ന് പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ, ഇയാളിൽ നിന്നും മറ്റു കുട്ടികൾക്കും സമാനമായ രീതിയിലുള്ള നിരവധി ഇത്തരത്തിലുള്ള ഇതേ സമാനമായ അവസ്ഥ തന്നെ അവർക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ കുട്ടികളോടൊക്കെ പെരുമാറുന്ന സാഹചര്യം, അതുമാത്രമല്ല ഭയപ്പെടുത്തുക, പരിശീലനം തോൽപ്പിക്കുക, എത്രത്തോളം ഒരു അധ്യാപകൻ ചേർത്ത് പിടിക്കണമോ അതൊന്നുമില്ലാതെ ഈ കുട്ടികളെ ഇത്തരത്തിൽ കരയാൻ പോലും സാധിക്കാത്ത അവസ്ഥയെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഈ അധ്യാപകൻ അത്രത്തോളം മാനസികമായി വിഷമമുണ്ടാക്കി. പുറത്ത് പോയി ഈ അധ്യാപകൻ പുറത്തു പോയതിനു ശേഷം പൊട്ടിക്കരഞ്ഞ കുട്ടികൾ വരെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരം വാക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇതിനെല്ലാം പുറമെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെന്താണ് ഇതിൽ പ്രധാനമായ ഒരു കാരണം എന്നത് പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 അംഗ സംഘത്തെ രൂപീകരിച്ച് സൈബർ ടീമിനെയൊക്കെ ഉൾപ്പെടെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും നിലവിൽ ഒരു വീഴ്ച ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ റാം അതുപോലെ തന്നെ സംഗീത, നിലവിൽ 2 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ പേർ ഇതിൽ പ്രതികളായേക്കാം. ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അറസ്റ്റിലെ നടപടികളിലേക്ക് കടക്കുന്നതെല്ലാം അത്തരം ശാസ്ത്രീയമായ തെളിവുകൾ. ഒരു പക്ഷേ ഇന്നത്തേക്ക് ഇതിന്റെ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം. ഇന്ന് വിഷു ദിവസം കൂടി ആയതുകൊണ്ട് നാളെ ആയിരിക്കാം ഇതിന്റെ വളരെ പെട്ടെന്നുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. ചിലപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ നാളെ ഉണ്ടായേക്കാം. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളിൽ പോലീസിന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ ഇതിൽ നിന്നും മാറ്റി, അതായത് പോലീസ് പറഞ്ഞത് ഈ മൊബൈൽ ഫോൺ അവിടെ പിടിച്ചു വെച്ചു എന്നാണ്. പക്ഷേ റാം എന്ന് ഈ പ്രിൻസിപ്പൾ തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണം, ആദ്യമായി പ്രിൻസിപ്പൾ പുറത്ത് പ്രതികരണമായി വരുന്നത് തന്നെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോഴാണ്. അദ്ദേഹം പറയുന്നത് അത് അവിടെ വെച്ചിട്ട് നിതിൻ പോയെന്നാണ്. മൊബൈൽ അവിടെ വെച്ചിട്ട് നിതിൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമെന്ന് വിശ്വസിക്കാൻ വയ്യ. പോലീസ് പറയുന്നതാണ് കൃത്യം. കാരണം അത് ഓഡിയോ സഹിതം ഈ പ്രിൻസിപ്പളിന്റെ മുറിയിലകത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഏതായാലും നാളെ വളരെ പല വിവരങ്ങളും മറ്റെന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള നീക്കമാണോ കുടുംബം
ഉന്നയിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാനേജ്മെന്റിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായതാണ്. ഇന്ന് ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലുള്ള സ്ത്രീയും കൊല്ലപ്പെട്ടയാളും തമ്മിൽ കഴിഞ്ഞ രാത്രി തർക്കം നടന്നതായി സൂചനയുണ്ട്. ഇവർ 2 ദിവസം മുൻപാണ് ഒറ്റപ്പാലത്തെത്തിയത്. എം വിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നലെ രാത്രി വരെ അത് ഒരു സ്വാഭാവിക മരണമാണ്, സാധാരണ മരണമാണ് എന്നാണ് കരുതിയത്. പക്ഷേ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. ഒരു ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയിലേക്ക് അന്വേഷണം എത്തുന്നു. എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ? തീർച്ചയായും ടോം, ഇന്നലെ രാവിലെയാണ് അജ്ഞാത വയോധികനെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ മരിച്ചതായി കണ്ടെത്തുന്നത്. തുടർന്ന് പരിശോധനയിൽ ഇതൊരു കൊലപാതകമായേക്കാം എന്നുള്ളൊരു സൂചന മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുവരെ ഇതൊരു സാധാരണ മരണം തന്നെയായിരുന്നു. ഈ മൃതദേഹ പരിശോധനയിൽ തലയുടെ പുറകിൽ ഒരു മുറിവ് കണ്ടെത്തി. ഇതാണ് കൊലപാതക സംശയത്തിലേക്ക് വഴിവെച്ചത്. സമീപത്തുനിന്ന് വലിയൊരു കല്ലും കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ബസ് സ്റ്റാൻഡിലെയും സമീപത്തെ ടൗണിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയത്. അതേസമയം തന്നെ ഈ വയോധികന്റെ ഒപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് രാത്രിയോട് കൂടി ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നത്. വയോധികന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും CCTVകൾ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ മറ്റൊരു വയോധികനെ ഈ ദൃശ്യത്തിൽ കാണുകയും അയാളാണ് പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുമായിരുന്നു. ആ വയോധികന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാളെ കാണുകയാണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസമാണ് വയോധികനെ ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീയിലേക്കാണ് അന്വേഷണം എത്തിയത്. ഇവർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. യൂട്യൂബറും സിനിമ PROയുമായ റിൻസി മുംതാസ് MDMAയുമായി പിടിയിലായ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4 ഗ്രാം MDMAയുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ MJ റെസിഡൻസിയിൽ വെച്ചാണ് റിൻസിയെ പോലീസ് പിടികൂടിയത്. യുവ സിനിമാ താരങ്ങളടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റിൻസി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ MDMAയുമായി റിൻസി മുംതാസ് പിടിയിലായിരുന്നു. വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂറാട് സ്വദേശി ബിജു എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിക്കാനും വിൽക്കാനുമാണ് ഇവർ മുറിയെടുത്തതെന്നാണ് വിവരം. ഉപയോഗിക്കാനായി കൈവശം വെച്ചിരുന്ന MDMAയാണ് കണ്ടെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ റിൻസി മുംതാസ് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകർക്കെല്ലാം സുപരിചിതയാണ്, PROയാണ്, യൂട്യൂബറാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വർഷവും റിൻസിയെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടിയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2ാം തവണ പിടിയിലാകുന്നു. വലിയ ഒരു ഈ ലഹരി മാഫിയുമായി ബന്ധമുള്ള ആളാണോ റിൻസി? അതോടൊപ്പം ഈ സിനിമാ മേഖലയിൽ, സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ലഹരി എത്തിക്കുന്നതിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും പങ്കുണ്ടോ? നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോമ, ഈ കേസിൽ കഴിഞ്ഞ ജൂലൈയിൽ അറസ്റ്റിലായതിനു ശേഷം പിന്നീട് റിമാൻഡ്, മറ്റ് നടപടികൾ, കോടതി നടപടികൾ, കാര്യങ്ങൾ നിയമ നടപടികളുമായിട്ടെല്ലാം തന്നെ പോകുമ്പോൾ ഉടൻ തന്നെ അടുത്ത കേസിൽ ഏതാണ്ട് ഒരു 7 മാസം കഴിയുമ്പോൾ, 8 മാസം കഴിയുമ്പോഴേക്ക് അടുത്ത കേസിൽ പിടിയിലാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവർ ഇതെല്ലാം സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ രംഗത്തെ, വിപണന രംഗത്ത്, ലഹരി വിൽപ്പന രംഗത്തെല്ലാം തന്നെ വളരെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. റിൻസിക്കൊപ്പം മറ്റ് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. റിൻസി സിനിമാ മേഖലയിലെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു PRO ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. വളരെ അടുത്ത ബന്ധം സിനിമാ താരങ്ങളുമായിട്ടും അണിയറ പ്രവർത്തകരുമായിട്ടെല്ലാം തന്നെ ഇവർക്കുണ്ട്. ആദ്യ തവണ ജൂലൈയിൽ അറസ്റ്റിലാകുമ്പോൾ തന്നെയും അത്തരം ചില ബന്ധങ്ങളിലേക്കെല്ലാം ചില ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും എല്ലാം തന്നെ കടന്നു വന്നിരുന്നു. പക്ഷെ പിന്നെയും പല കേസുകളിലെ പോലെ തന്നെയും അതും ആ ഒരു വഴിക്ക് അങ്ങ് പോവുകയായിരുന്നു. ഇപ്പോൾ 2ാമതും പിടിയിലായിരിക്കുന്നു. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത ഹോട്ടലിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്.
ഈ ഹോട്ടലിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇവരൊരു രീതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുറി എടുക്കുക, ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടലിൽ മുറി എടുക്കുക, പിന്നീട് പല ഇടപാടുകാരെയും അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ അടുത്ത ഇടങ്ങളിൽ മുറിയെടുക്കുക, അങ്ങനെ ഒരു കൂട്ടമായൊരു ഉപയോഗം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിൽപ്പന, ഇതെല്ലാമാണ്. ആ രീതിയിലാണ് ഇവർ ഈ ലഹരി വിൽപ്പന നടത്തുന്നത്. കൂടിയ വിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ വിൽപ്പന നടത്തുക, അത്തരം ആ ഒരു സൗകര്യങ്ങളുള്ളൊരു ഹോട്ടൽ, അതായത് വലിയ ആഡംബര സൗകര്യങ്ങളുള്ളൊരു ഹോട്ടലടക്കമാണ് ആ മുറിയെടുത്ത് വിൽപ്പന നടത്തുക, സംശയിക്കാതിരിക്കാൻ. അങ്ങനെ പോകുന്നതാണ് ഇവരൊരു പ്രവർത്തന രീതിയെല്ലാം പറയുന്നത്. 4 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് ആ സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടിയ അളവിലെല്ലാം തന്നെ ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. പോലീസ് പറയുന്നത് ഇത് സ്ഥിരമായി ഇവർക്കൊരു റാക്കറ്റ് ഇവർ പ്രവർത്തിക്കുന്നു, ഇവർക്ക് സ്ഥിരം വിൽപ്പനക്കാരുണ്ട്, ഇവർക്ക് മറ്റ് ആളുകളുമായിട്ട് മറ്റ് ഇടങ്ങളുമായിട്ട് സിനിമയ്ക്ക് പുറമേയുള്ള നിരവധിയായ ബന്ധങ്ങൾ ഇവർക്കുണ്ട്. അവർക്കെല്ലാം ലഹരി എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടപാടുകാരായിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. റിൻസി അതിലെ ഒരു സുപ്രധാനമായ കണ്ണിയാണ്. അവരാണ് പുറമേ നിന്നുള്ള ഇടപാടുകാരെ ഇത് വാങ്ങിക്കാനെത്തുന്നവരെല്ലാം കണക്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് റിൻസി എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇനിയും ഇത് ഗൗരവമുള്ള ഒരു കേസ് കൂടിയല്ലേ. പോലീസ് ഇത് ഏതൊക്കെ തലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്? സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? അതോടൊപ്പം ആരാണ് ഇവർക്ക് ലഹരി നൽകുന്നത്? ഏതൊക്കെയാണ് ഇവരുടെ ഈ വിപണന കേന്ദ്രങ്ങൾ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വിൽക്കുന്നത്? ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഡാനി? അങ്ങനെയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ തവണയും നമുക്കറിയാം ഇത്തരം അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ജൂലൈയിൽ അറസ്റ്റിലാകുമ്പോൾ ആ രീതിയിലേക്ക് പലരെയും വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുണ്ടാകുന്നു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഇത് കൈവശം വയ്ക്കുമ്പോൾ ഉള്ള ഒരു അറസ്റ്റ് എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഗൗരവതരമായിട്ട് ഇതിൻ്റെ ഇടപാടുകാരെ കണ്ടെത്തുക, പിന്നീട് ഇതിൻ്റെ ഒരു തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട്, കോടതിയിൽ തിരിച്ചടിയാവുന്ന കാര്യങ്ങളുണ്ട്, തെളിവുകളുടെ അപര്യാപ്തതയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇത്തരം കേസുകളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ കേസുകളിലെല്ലാം തന്നെ അത് തന്നെയാണ് സംഭവിച്ചത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. മറ്റു പലരെയും ഈ ഫോൺ ഇവരെ പരിശോധിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇവർക്ക് സിനിമാരംഗവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത്തരം പല ഫോൺ കോളുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നതും. അത് സംബന്ധിച്ചുള്ള വിശദീകരണവും അവരുടെ ഭാഗത്തുനിന്ന് അത് തന്നെയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പോലീസ് ശ്രമിച്ചിരുന്നു ആ കേസിൽ. ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയാണ്. കാരണം സിനിമാ രംഗവുമായെല്ലാം ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ഈ കഴിഞ്ഞ ഇടങ്ങളിൽ ഇവർ ഇതിനു മുൻപ് ഈ രീതിയിലുള്ള മുറിയെടുത്ത് ഇതുപോലെ വിൽപ്പന നടത്തിയിട്ടുണ്ട്, അവിടെ വന്നവരാരൊക്കെയാണ്, ഇടപാടുകാർ ആരൊക്കെയായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ അടുത്തിടെ 2 കേസുകളിലായിട്ടാണ് ഇപ്പോൾ തുടരെയായിട്ട് ഇവർ പിടിയിലാവുന്നത്. ഈ സംഘവും വളരെ ഈ രംഗത്ത് തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് പോലീസ് ഇടപാടുകാരിലേക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ലഹരി എത്തിച്ച് നൽകുന്നവരിലേക്കും കൂടിയുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പിടിയിലായവർ നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. ടോം. യെസ് ഡാനി, അതോടൊപ്പം ഈ റിൻസിയുടെ ബന്ധങ്ങൾ സിനിമാ മേഖലയുമായി സിനിമയിലെ ഒരു PRO ആയി പ്രവർത്തിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ? അവർക്ക് കാരണം നമുക്കറിയാം ഈ ഒരു കാലത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളേറെ ചർച്ച ചെയ്തതാണ് സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ലഹരി ഇടപാടുകൾ, യുവ താരങ്ങൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും പുറത്തു വന്നതാണ്. അവരുമായി റിൻസിക്കുള്ള പങ്ക്, അതാരൊക്കെയാണ് റിൻസിയുമായി സ്ഥിരം ബന്ധപ്പെടുന്നത്, അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ടോം, അന്വേഷിക്കുന്നുണ്ട്. ആദ്യ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈയിൽ ഉണ്ടായിരുന്ന കേസിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ സിനിമാ PR രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പലരുമായും ഇവർക്ക് സൗഹൃദങ്ങളുണ്ട്. പലരെയും ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അത് ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ഉള്ളതാണെന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ താരങ്ങളെ വിളിച്ചിട്ടുള്ള അവരും തിരിച്ചും നൽകിയിരിക്കുന്ന പോലീസ് അന്വേഷണത്തിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളും അതാണ്. ഇതിനിടയിൽ ഇവർ ലഹരി ഇടപാടുകാരാണോ, ഇവർ ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി ഒരു തെളിവ് സഹിതം പോകാനായിട്ട് പോലീസിന് സാധിച്ചിരുന്നില്ല, അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ ലഹരി കേസുകളിൽ അടക്കം നേരിടുന്നൊരു പ്രധാന പ്രതിസന്ധിയും അന്വേഷണ സംഘത്തിന് അത് തന്നെയാണ്. കാരണം ഒരാളെ വിളിച്ച് സംസാരിക്കാം, അതിലെന്തായിരിക്കാം, അത് ലഹരി ആണ് ഇടപാട്
എങ്കിൽ അത് തെളിവ് സഹിതം പിടികൂടുക എന്നതെല്ലാം തന്നെയാണ് ഈ കേസിനെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഇത്തരം തെളിവ് സഹിതം പിടികൂടുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതിന് ഇത്തരം ഈ ഇടപാടുകാരെ കണ്ടെത്തി അവരോട് ചോദ്യം ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക്, നിസ്സഹായ അവസ്ഥയിലേക്ക് അങ്ങേയറ്റം അന്വേഷണ സംഘം വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആരാണ് റിൻസി മുംതാസ്, ഇവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിൽ വെറൊരു PRO മാത്രമാണോ? ഇനി PRO എന്ന അതിൻ്റെ മറവിൽ, PRO പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നോ? യൂട്യൂബറും അതോടൊപ്പം മോഡലുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് റിൻസി മുംതാസ്. പക്ഷേ തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ റിൻസി MDMA പിടിയിലാവുന്നത്. ഈ ലഹരി മാഫിയയുടെ കണ്ണിയാണോ റിൻസി തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം ആവശ്യമാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.